അപ്പോൾ ഇപ്പോൾ പഠിച്ചത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചില്ലേ? അല്ല, പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചോ അങ്ങനെയുള്ളൊരു കാര്യം? അതായത് തോമസ് ഐസക്ക് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി സമരത്തിൻ്റെ ഭാഗമായി കണ്ടോൺമെൻറ്റിൽ നിന്ന് എന്തിനാണ് നിയമസഭയിലേക്ക് പോയി സമരം നടത്തിയത് എന്ന കാര്യം അന്ന് പഠിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവസരവാദപരമായ നിലപാടാണ്. ഞങ്ങൾ മുമ്പ് പിൻവലിച്ചിട്ടുണ്ട്. ആ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ധനത്തിന് വലിയ തോതിലുള്ള വിലവർദ്ധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വർധനവ് കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നതല്ല. കഴിഞ്ഞ മെയ് 15 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ 11 ദിവസത്തിനിടയിൽ 4 തവണയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. ഏതാണ്ട് 8 റുപ്യ ഒറ്റയടിക്ക് 11 ദിവസം കൊണ്ട് വർദ്ധിക്കുന്ന നിലയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇന്ധന നികുതി ഏർപ്പെടുത്തുകയുണ്ടായി. അന്ന് ജനങ്ങൾക്ക് ഈ ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നികുതി കുത്തനെ അങ്ങോട്ട് കൂട്ടിയത്. ക്രൂഡ് ഓയിൽ വിലയുടെ വർധനവിൻ്റെ പേര് പറഞ്ഞാണ് ജനങ്ങളുടെ മേലെ ഇപ്പോഴും ഈ അധിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമേഷ്യൻ മേഖലയിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ഒരു തരത്തിലുള്ള മുൻകരുതലും ഇത്രയും കാലമായിട്ടും കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതുകൂടി നമുക്കിതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. LPGയുടെ വില വൻ തോതിലാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില 4 മാസം കൊണ്ട് 1544 ഉറുപ്പികയാണ് വർദ്ധിപ്പിച്ചത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. ഏതാണ്ട് ഇരട്ടി. 2025 അവസാനം ഉണ്ടായിരുന്ന വില ഏതാണ്ട് 1500-1600 ഉറുപ്പികയായിരുന്നു. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ 3000-ലധികം ഉറുപ്പികയായിട്ട് 3131 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിച്ചത്. 1544 ഉറുപ്പിക ഒരു സിലിണ്ടറിൻ്റെ മേലെ, വാണിജ്യ സിലിണ്ടറിന് മേലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും നമ്മുടെ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന സ്കൂളുകളെപ്പോലും ബാധിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ പണം കൊടുത്ത് ഇന്ധനം ഉപയോഗിക്കാൻ വാതകം ഉപയോഗിച്ച്, കാരണം മുമ്പ് തന്നെ വിറക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയുണ്ടായിരുന്നു സ്കൂളുകളിൽ പാചകം ചെയ്യാൻ. അതൊരിക്കൽ പിൻവലിച്ചു. പക്ഷേ കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വീണ്ടും അത് പാചകം മുഴുവൻ ഗ്യാസ് തന്നെ ആവണം എന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് അവർ കൊടുക്കേണ്ടത്, സ്കൂളുകളിൽ കൊടുക്കേണ്ടത്. വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉൾപ്പെടെ വലിയ രീതിയിൽ വില വർദ്ധിക്കുകയാണ്. ടാക്സി, ഓട്ടോ, ചരക്ക് ഗതാഗതത്തിലും ഇത് വല്ലാതെ രീതിയിലുള്ള പ്രശ്നമായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ ബസ് വ്യവസായം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാണ്. അവശ്യ വസ്തുക്കളുടെ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ആകമാനം വലിയ പ്രതിസന്ധിയാണ് ഇന്ധന വില വർധനവിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കുന്നത്. ഗാർഹിക സിലിണ്ടറിൻ്റെ വില മാർച്ച് മാസത്തിലാണ് യഥാർത്ഥത്തിൽ 60 ഉറുപ്പിക വർദ്ധിപ്പിച്ചത്. സിലിണ്ടറിൻ്റെ ലഭ്യത കുറവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ BJP സർക്കാർ ഗാർഹിക സിലിണ്ടറിൻ്റെ സബ്സിഡി എടുത്തുമാറ്റി അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു അക്കൗണ്ടിലും ലഭ്യമാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരികയുമാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് കീഴടങ്ങിയ ഇന്ത്യൻ നയവും ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. റഷ്യയിൽ നിന്നും താരതമ്യേന വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക തടസ്സം നിന്നപ്പോൾ അതനുസരിച്ചുള്ള നിലപാട് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കുന്ന സമീപനം നമ്മൾ കണ്ടു. ഈ അവസ്ഥ ഗുരുതരമാക്കിയതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിന്നെ ഇറാനിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടൊരു അക്ഷരം പറയാൻ ഈ പുതിയ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഈ വിലവർധനയുടെ ഭാഗമായി ഇപ്പോഴും മാത്രം ലിറ്ററിന് 2 രൂപ അധിക വരുമാനം സംസ്ഥാനത്തിന് ലഭിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. LDF ഭരിക്കുന്ന കാലത്ത് ഇന്ധന നികുതി വരുമാനം വേണ്ടെന്ന് വെക്കണം
എന്ന നിലപാടാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അന്ന് സജീവമായി ചർച്ച ചെയ്തത്. ഈ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച് കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി നിയമസഭയിലേക്ക് പോയി സമരം ചെയ്ത ചിത്രം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഭരണത്തിലെത്തി 2 ആഴ്ച ആകുകയാണ്. 4 തവണ കേന്ദ്രം ഈ സന്ദർഭത്തിൽ വില വർദ്ധിപ്പിച്ചു. മൗനിയായി ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ മൗനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് അന്നത്തെ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം. LDFിൻ്റെ ഗവൺമെൻറ് 2018 അന്ന് കിട്ടുന്ന അധിക വരുമാനം സർക്കാർ വേണ്ടെന്ന് വെച്ച കീഴ്വഴക്കം കേരളത്തിലുണ്ട്. അതിനുശേഷമാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ സമരം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ഗൗരവമുള്ള പ്രശ്നം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതും പ്രശ്നം തന്നെയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നമാണ് റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടത്. റേഷൻ വിതരണമാകെ താളം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. 2 മാസം ഒന്നിച്ച് ഭക്ഷ്യധാന്യം നൽകുന്ന പദ്ധതി തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. നീല കാർഡ് ഉടമകൾക്കുള്ള അധിക അരിയും നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രതിഷേധം നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരമുള്ള നയവൈകല്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വില നല്ലതുപോലെ വർദ്ധിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ മേലെയും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുകൾ, ഇന്ധന വില വർധന ഉൾപ്പെടെയുള്ള ജനജീവിതം ദുസ്സഹമാക്കുന്ന നയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം, അവയോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു സമര പരിപാടി വരുന്ന 4-ാം തീയതി വ്യാഴാഴ്ച കേരളത്തിലുടനീളം എല്ലാ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക കേന്ദ്രത്തിലോ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്ന് നിന്ന UDF ഞങ്ങൾക്കെതിരായിട്ടാണ് ഡീലൊക്കെ പറഞ്ഞതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊപ്പം ചേർന്നിട്ടാണ് പല നിയോജക മണ്ഡലങ്ങളിലും മുന്നോട്ടേക്ക് നീങ്ങിയത് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അനുഭവം തന്നെയാണ്. അപ്പോൾ UDF അവരുടെ നയങ്ങൾക്കും അവരുടെ ചെയ്തികൾക്കും അനുകൂലമായ കീഴടങ്ങൽ സമീപനം സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പോൾ പുറത്തു വന്നത് RSSൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വന്ദേ മാതര ഗാനം പാടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് തമിഴ്നാട് നിയമസഭയിൽ വന്ന പ്രശ്നം കേരളം ചർച്ച ചെയ്തതാണ്. വന്ദേമാതരം പാടാൻ പാടില്ല എന്നൊന്നും CPIM പറയുന്നില്ല. പക്ഷേ അത് പൂർണ്ണമായിട്ട് പാടുക എന്നുള്ളത് കോൺഗ്രസ് തന്നെ 1930കളിൽ, ഇപ്പോഴല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുകയും അത് പൂർണ്ണമായിട്ട് ആലപിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പ്രതിഷേധാത്മകമായ തലത്തിൽ നിരവധി മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന സന്ദർഭത്തിലൊന്നും വന്ദേമാതരം പാടിയതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ തയ്യാറായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ സംഘപരിവാർ നേതാവിനെ എന്ന് പറഞ്ഞാൽ RSSൻ്റെ പ്രധാനപ്പെട്ട അധ്യാപക സംഘടനാ നേതാവിനെ MG സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, താൽക്കാലികമായിട്ട് നിയമിച്ചിട്ടുള്ളത്. കുസാറ്റിലെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു, അതിൻ്റെ സ്ഥാപക നേതാവായിരുന്നു അദ്ദേഹം. VCയുടെ ചുമതല ഇപ്പോഴും അദ്ദേഹത്തിനാണ് നൽകിയിട്ടുള്ളത്. ഒരേ ഒരു മെറിറ്റ് മാത്രമേ ഉള്ളൂ, RSSൻ്റെ സംഘപരിവാർ വിഭാഗത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് എന്നുള്ളത് മാത്രമാണ്. ചട്ടപ്രകാരം വൈസ് ചാൻസലർ ആകേണ്ടവരുടെ പട്ടിക യഥാസമയം ഗവർണർക്ക് നൽകേണ്ടിയിരുന്നു. അങ്ങനെ നൽകാൻ UDF തയ്യാറായില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് VC ഒഴിഞ്ഞപ്പോൾ 3 പേരുടെ പട്ടിക അപ്പോഴത്തന്നെ തയ്യാറാക്കി അതിൽ നിന്നൊരാളെ നിയമിക്കണം എന്ന് പറഞ്ഞ ഇടപെടൽ LDF നടത്തിയിരുന്നു. MG സർവകലാശാലയിൽ പുതിയ വൈസ് ചാൻസലർ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റി ചേരാൻ സെനറ്റ് യോഗം തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ 25-ന്. ഈ 25-ന് തലേദിവസം അവിടെ പരിപാടി വെച്ച് 26-ാം തീയതിയാണ് സെനറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചത്. അതിന് തലേദിവസമാണ് ഗവർണറും വകുപ്പ് മന്ത്രിയും അവിടെ പോയത്.
അവിടെ പോയിട്ട് 26-ന് ചേരുന്ന യോഗം വേണ്ടെന്ന് വെച്ചു. സെർച്ച് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള സെനറ്റ് യോഗം ഈ രണ്ടുപേരും ചേർന്ന് വേണ്ടെന്ന് വെച്ചു. സംഘപരിവാറിൻ്റെ അജണ്ടക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് UDF എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാവ്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ UDFൻ്റെ പിന്തുണയോടുകൂടി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള MG സർവകലാശാലയിൽ കരുക്കൾ നീക്കി ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ വിദ്യാഭ്യാസ ക്രമത്തെ തകർക്കാനുള്ള ശ്രമത്തിൽ RSS, BJP, UDF ഡീലിൻ്റെ ഭാഗമായി ആ അജണ്ട കൈകാര്യം ചെയ്തു വരുന്നു എന്നുള്ളത് കൂടി വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. CPIM BJP ഡീലെന്ന പരസ്യ പ്രചാരണം നടത്തി മാധ്യമങ്ങളും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകുകയാണ്. BJPയും അതുപോലെ തന്നെ സംഘപരിവാർ വിഭാഗവും VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോഴീ സാമുദായിക നേതാക്കന്മാരുൾപ്പെടെ കാണുന്നതിന് പോകുന്ന ഘോഷയാത്രയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചിത്രം. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. അല്ലല്ല, അത് രണ്ടാമത്തെ ആവശ്യമാണ്. ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇത് പിൻവലിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ വന്നപ്പോൾ അവർ ചെയ്യണം എന്നുള്ളതാണ്. അത് അവർ ചെയ്തതാണ്, അവർ പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ ചവിട്ടി കൺട്രോൾമെൻറ്റ് ഹോമിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് സമരത്തിൻ്റെ ഭാഗമായിട്ട് പോയ VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുമോ എന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് ശരി. അപ്പൊ ഇപ്പൊ പഠിച്ചത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചില്ലേ? അല്ല, പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചോ അങ്ങനെയുള്ളൊരു കാര്യം? അതായത് തോമസ് ഐസക്ക് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി സമരത്തിൻ്റെ ഭാഗമായി കൺട്രോൾമെൻറ്റിൽ നിന്ന് എന്തിനാണ് നിയമസഭയിലേക്ക് പോയി സമരം നടത്തിയത് എന്ന കാര്യം അന്ന് പഠിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവസരവാദപരമായ നിലപാടാണ്. ഞങ്ങൾ മുമ്പ് പിൻവലിച്ചിട്ടുണ്ട്. ആ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ഇതിപ്പോ ഓരോ സന്ദർഭത്തിലുമുള്ള സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. എല്ലാ കാര്യവും പൂർണ്ണമായ അർത്ഥത്തിൽ അവർ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യാനൊന്നും പറയാൻ സാധിക്കുന്നതല്ലോ. അത് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും, പല രീതിയിലും മാറും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പേഴ്സണൽ സ്റ്റാഫിലെ അയാളുടെ ഭാര്യ സഹോദരനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ഇതൊരു അടുത്ത ബന്ധുവിനെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമിക്കുന്നത് സ്വജനപക്ഷപാതപരമായ നിലപാടാണ് എന്ന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ വക്താവായിട്ട് വന്ന VD സതീശനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് പറയാനുള്ളത്, VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ. KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരിയല്ലാത്ത നടപടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ. പാർട്ടി ഓഫീസുകളൊക്കെ ദല്ലാളന്മാരുടെ കേന്ദ്രമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന ഉപജാപ സംഘത്തിന് പിടിയിലായിരുന്നു. അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പലിശ രാജാവ് കൂടിയാണ് ഭരിച്ചിരുന്നതെന്ന് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വർഷത്തെപ്പെട്ട് ഈ ആരോപണങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ആരോപണങ്ങളൊന്നും ഇങ്ങനെ ഓരോരാളും അവരവരുടെ വാദമുഖങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം NDAയുടെ ചെയർമാനെ പോയി രമേശ് ചെന്നിത്തല ഭാര്യ വീട്ടിൽ പോയി കണ്ടതിന് NDA ചെയർമാൻ മുഖ്യമന്ത്രിയെ കണ്ടു. അല്ല, അത് ഇവരല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാരെയൊക്കെ കണ്ടത് തെറ്റാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചോ അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കാണാൻ
ഇവർ ഓരോരുത്തരും മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയില്ലാതെ ഒരു വിട്ടുക്കില്ല എന്നാണ് CPI-യുടെ നിലപാട്. അങ്ങനെ എന്തെങ്കിലും CPI ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കക്ഷിയോ ഒക്കെ ചേരാൻ പറ്റും. LDF എന്ന രീതിയിൽ ഞങ്ങൾ യോജിച്ച് മുന്നോട്ടേക്ക് പോയി. ഇത് അസംബ്ലിക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ ചേർന്ന് പോകും. CPM ഒരു വിശാല മനസ്സ് കാണിച്ചു വിട്ടുകൊടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇതേവരെ CPIM ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് വന്ന ഉടനെ അത് വരാൻ തുടങ്ങി, അതായത് ആ പോസ്റ്റ് വന്നത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPIM ആണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും എന്ന രീതിയിൽ. മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കമാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക. അതിൽ മാറ്റം വരുത്തേണ്ടതില്ല. എങ്ങനെയാ കീഴ്വഴക്കം പറയാനൊന്നും പരിഹരിക്കാതോ? കീഴ്വഴക്കമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ശരി, മാഷ് എവിടെയാ സമരത്തിന്റെ ഉദ്ഘാടനം? ഞാനിവിടെ തന്നെ ഉണ്ട്, തിരുവനന്തപുരത്ത്. അല്ല, തിരുവനന്തപുരത്ത് ഞാനുണ്ട്.